ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ദേവി തൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന സകല സങ്കടങ്ങളും മീനുവിനോടും മിത്രയോടുമായിട്ട് പറയാണ്. ലോകത്ത് എൻ്റെ അച്ഛനെ പോലെ ഒരച്ഛനും അമ്മയും ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. മക്കളോട് അത്രയധികം ദ്രോഹം അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, ആ ഹോട്ടലിൽ എച്ചിൽ പാത്രം എടുക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ എന്നെ വഴക്ക് പറയായിരുന്നു. അത് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ ഫോൺ വിളിക്കുമ്പം അമ്മ പറയും, അതൊന്നും സാരമില്ല, നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഏതെങ്കിലും അച്ഛനും അമ്മയും ഇങ്ങനെ പറഞ്ഞു തരുമോ? മക്കൾ എത്ര കഷ്ടപ്പെട്ടാലും അവരാഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കണം, അതുമാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അവരെ ഒരിക്കലും അനുസരിക്കാൻ പാടില്ലായിരുന്നു. അവരെ പറയുന്നതൊക്കെ അനുസരിച്ച് ഈ വീട്ടിലെ മരുമകളായി ഞാൻ വരാനും പാടില്ലായിരുന്നു. ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും പറയുന്നതാ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാമെന്ന്, എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാമെന്ന്. പക്ഷെ അവരെന്നെ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ദേവി വീണ്ടും അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ഞാൻ കാരണം ഇപ്പം എല്ലാവരും ഒരുപാട് വേദനിക്കുന്നുണ്ട്. പാവം എൻ്റെ ബാലച്ചൻ എന്നെ എത്രമാത്രം വിശ്വസിച്ചതാ. ആനന്ദേട്ടൻ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രയധികം വേദന അടക്കി വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. അമ്മ, നിങ്ങൾ, അനിയന്മാർ, എല്ലാവരും ഇന്ന് ഇങ്ങനെ വേദനിക്കാൻ കാരണം ഞാൻ ഒറ്റ ഒരുത്തിയല്ലേ എന്നും പറഞ്ഞ് കരയാം. എനിക്കറിയാം, എപ്പോഴും അച്ഛനും അമ്മയും എന്നെക്കൊണ്ട് പുതിയ പുതിയ കള്ളങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് സത്യമാക്കാൻ അടുത്ത കള്ളം, അങ്ങനെ എൻ്റെ ജീവിതം ഈ അവസ്ഥയിൽ എത്തിയതാ എന്നും പറഞ്ഞ് ദേവി വീണ്ടും കരയുക. അവർ പറഞ്ഞു തന്ന കള്ളങ്ങൾ അതുപോലെ ഞാൻ പറഞ്ഞതല്ലാതെ സത്യമായിട്ട് ഞാനായിട്ട് ഈ കുടുംബത്തിനോ ആനന്ദേട്ടനോ ഈ ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദേവി കൈകൂപ്പി കരയുവാണ് കേട്ടോ. അപ്പോൾ ഗോമതി ഇതും കേട്ടുകൊണ്ട് ആ റൂമിലേക്ക് കടന്നു വരാം. അപ്പോൾ ദേവിയുടെ അവസ്ഥ കാണുന്ന മീനുവിനും മിത്രയ്ക്കും സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അപ്പച്ചി അടുത്ത് വരുന്നതറിഞ്ഞ മിത്ര വേഗം ചാടി എഴുന്നേൽക്കുക. അത് കാണുന്ന ദേവിയും അതുപോലെ മീനും എഴുന്നേൽക്കുകയാണ് കേട്ടോ. ഗോമതി ചോദിക്കുകയാണ്, നിന്റെ വീട്ടുകാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നീ അതുപോലെ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേടി എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഗോമതിയുടെ ശബ്ദം മാറുന്ന കാണുന്ന ദേവി പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത്. നിനക്ക് നാണമില്ലേടി? ഒരു കുടുംബത്തിൽ വന്ന് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ ശരിക്കും നിനക്ക് നാണമില്ലേ? നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. കോടീശ്വരനായ ഉദയഭാനുവിൻ്റെ മകളായതുകൊണ്ടല്ലടി ഞാൻ നിന്നെ സ്നേഹിച്ചത്. എനിക്കാരുടെ പണവും പൊന്നും ഒന്നും വേണ്ട. അതൊന്നും കണ്ടിട്ടല്ല ഗോമതി ഒരാളെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ഒരാളുടെ മനസ്സ് കണ്ടിട്ടാ. പക്ഷേ നീ ഉണ്ടല്ലോ, നീ ശരിക്കും ദ്രോഹം ചെയ്തവളാടി. നീ എന്നെ ചതിച്ചു. എത്രയെത്ര കള്ളത്തരങ്ങളാണ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. നീ എന്നോട് ചെയ്ത ആ ചതി, ആ മുറിവ്, ആ വേദന ഈ ജന്മം എൻ്റെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ലടി. മറക്കില്ലടി ഈ ഗോമതി, ഒരു കാലത്തും ഈ ഗോമതി മറക്കില്ല എന്ന് വീണ്ടും പറയണം കേട്ടോ. നിനക്ക് നിന്റെ വീട്ടുകാർക്കും നാണവും മാനവും ഉണ്ടോടി ഇങ്ങനെയൊക്കെ പെരുമാറാൻ? നീയും നിന്റെ ഒരു കുടുംബവും, വൃത്തികെട്ട കുടുംബം. ഇതാണോടി കുടുംബം? കള്ളക്കൂട്ടങ്ങൾ. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോടി എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ദേവിയാണെങ്കിൽ ഗോമതിയെ നിസ്സഹായോട് കൂടി നോക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കൂടി തൊലച്ച് കളഞ്ഞതേ എൻ്റെ മോൻ്റെ ജീവിതമാ, എൻ്റെ മകൻ്റെ ജീവിതം വെച്ചാ നീയൊക്കെ പന്താടിയത്. നിന്നോട് അവൻ എന്ത് തെറ്റാടി ചെയ്തത് എന്ന് ചോദിക്കുക. നിന്റെ തന്തയ്ക്ക് നിന്റെ കല്യാണം നടത്താൻ കഴിയില്ലായിരുന്നെങ്കിലേ അയാൾ നിന്നെ വല്ല കടലിലും കെട്ടി താഴ്ത്തണമായിരുന്നു, അല്ലാതെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത്. അപ്പം മീനു അമ്മേ എന്നും പറഞ്ഞ് ഗോമതിയെ വിളിക്കും. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഒറ്റൊരാൾ പോലും വന്നു പോയേക്കരുത്. ഇവൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാരാണെങ്കിലും അവർ ഈ ഗോമതിയുടെ ശത്രുക്കൾ മാത്രമായിരിക്കും. പിന്നെ ഈ വീട്ടിലോ എൻ്റെ മനസ്സിലോ സ്ഥാനം ഉണ്ടാകില്ല. മീനു, മിത്രേ, നിങ്ങൾ എന്നെ അപ്പച്ചയെന്ന് വിളിക്കുന്നതും അമ്മയെന്ന് വിളിക്കുന്നതും ആത്മാർത്ഥമാണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കണം. അതല്ല നിങ്ങളും കൂടി എന്നെ ചതിക്കാനാണ് തീരുമാനമെങ്കിൽ ആയിക്കോ, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഈ ഗോമതിയുടെ മനസ്സിൽ അവർക്ക് ആർക്ക് സ്ഥാനം ഉണ്ടാകില്ല. എൻ്റെ മോനൊരു പാവമായതുകൊണ്ടല്ലേടി നിനക്ക് അവനെ പറ്റിക്കാൻ തോന്നിയത് എന്ന് ചോദിക്കുക. അവൻ എന്തുമാത്രം വേദന അനുഭവിച്ചു. എല്ലാവരുടെ മുന്നിൽ ഒരു കോമാളിയെ പോലെ എൻ്റെ മോൻ നിന്നു. അതും സന്തോഷം അഭിനയിച്ച ഓരോ നിമിഷവും നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണെന്ന് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അവൻ്റെ സന്തോഷം കണ്ട് ഞങ്ങളും മതിമറന്നു. പക്ഷെ ആ സമയത്തൊക്കെ അവൻ്റെ ഉള്ളിൽ നീറുകയാണെന്ന് ഞാനും അറിഞ്ഞില്ല എന്ന് ഗോമതി പറയാ. പക്ഷെ നിനക്കറിയാമായിരുന്നു. എന്നിട്ട് നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുക. എന്താടി നീ ചെയ്തത്? നീ ഇവിടെ സുഖിച്ച് കഴിയുമായിരുന്നല്ലടി എന്നും പറഞ്ഞ് ദേവിയുടെ മുടി
കുത്തിപ്പിടിക്കുക. ഇതെന്താ അമ്മയെ കാണിക്കുന്ന വീട് എന്നപ്പം മീനു പറയാ. അയ്യോ വീടമ്മേ എന്ന് പറഞ്ഞ് ദേവി കരയാ. പറയടി, നിനക്ക് നാണമില്ലേടി എന്ന് ചോദിക്കുക. അപ്പം മീനും ഇത്രയും കൂടി ഗോമതി പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പച്ചി ഇത് എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെ ഉപദ്രവിക്കുന്നോ എന്ന് ചോദിക്കുവാണേ. എന്നിട്ടും ഒരു വിധത്തിൽ പിടിച്ചു മാറ്റുക. ദേവിയാണെങ്കിൽ തലയാണെങ്കിൽ നല്ല വേദന എടുത്തു, അതുകൊണ്ട് തന്നെ തലയെ പിടിച്ചുകൊണ്ട് കരയുക. ഇവൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് കരയുന്ന കണ്ടില്ലേ, ആരെ കാണിക്കാനടി നിന്റെ ഈ പൂങ്കണ്ണീര്, ഇവിടെ ആരും ഇനി അതിൽ വീഴാൻ പോകുന്നില്ല. ബാലേട്ടൻ പറയുന്നതിനപ്പുറം അവനില്ല. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട് അവൻ്റെ അച്ഛനോട്. അവന് ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ബാലേട്ടൻ കാണിച്ചു കൊടുത്ത പെണ്ണിനെ അവൻ കെട്ടി. ആ പെണ്ണിനെ പറ്റിയുള്ള ഒരു കാര്യവും അന്വേഷിക്കാതെ നിന്റെ തഴുത്തിൽ താലി കെട്ടിയവനടി എൻ്റെ മോൻ. അങ്ങനെ ഒരു പാവത്തിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഒരാൾക്കും ഒരു ദ്രോഹം ചെയ്യാത്തവൻ അവൻ. അവൻ്റെ ജീവിതം വെച്ചാൽ നീയൊക്കെ പന്ത് അടിയത്. എന്നിട്ട് നീയൊക്കെ കൂടി അവൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞല്ലോടി എന്നും പറഞ്ഞ് ഗോമതി തലയ്ക്കടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മീനും ഇത്ര ഒരക്ഷരം മിണ്ടുന്നില്ലെങ്കിലും ദേവിയോട് സഹതാപം തോന്നുന്നത് വീണ്ടും ഗോമതി ദേവിയുടെ അടുത്തേക്ക് വരിക. ഈ നിൽക്കുന്ന മീനുവിനെയും മിത്രയെക്കാളും ഒക്കെ കൂടുതൽ ഞാൻ നിന്നെയാടി സ്നേഹിച്ചത്, നിന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. എന്നെ ചതിക്കാൻ നിനക്ക് ഒരു മടിയും തോന്നിയില്ലേടി? നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ കണ്ടതല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. നിന്നെ പറ്റി പറയുമ്പോഴേ എൻ്റെ ബാലേട്ടന് 100 നാവായിരുന്നു. വലിയ പഠിപ്പുള്ള കുട്ടി, വലിയ വീട്ടിലെ കുട്ടി എന്നും പറഞ്ഞ് 100 നാവായിരുന്നു. എന്നിട്ട് അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഒതുങ്ങി കഴിയുന്നു, നമ്മുടെ വീട്ടിലെ ശീലങ്ങളുമായിട്ട് ഇണങ്ങി കഴിയുന്നു. ഇങ്ങനെ ആവണം പെൺകുട്ടികൾ എന്ന് നാഴികയ്ക്ക് 40 വട്ടം ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? അങ്ങനെ എത്ര പേരോട് അഭിമാനത്തോടു കൂടി ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ എന്ന് വീണ്ടും ചോദിക്കാം. നിന്റെ കല്യാണം നടത്താൻ കാരണം തന്നെ ആരടി? ആ പാവ മനുഷ്യനല്ലേ? ആ മനുഷ്യൻ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് നീ കൊണ്ട് എത്തിച്ചില്ലേടി എന്ന് വീണ്ടും ദേവിയോട് ചോദിക്കുകയാണ്. വലിയ പഠിപ്പുകാരി എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുക. നീ പഠിച്ചത് എന്താണെന്നേ എനിക്ക് ഇപ്പോഴാടി മനസ്സിലായത്. പറഞ്ഞു പറ്റിക്കാനും ചതിക്കാനും അതല്ലേടി നീ പഠിച്ചത് എന്ന് ചോദിക്കുക. നീ ജോലിക്ക് പോകുമ്പോൾ ചോറ് പൊതിഞ്ഞ് ഞാൻ തന്നുവിടും എന്നും പറഞ്ഞ് ഗോമതിയും കരയാ. ജോലി കഴിഞ്ഞ് വരാൻ ഒരു 5 മിനിറ്റ് താമസിച്ച എനിക്ക് തീയ എവിടെ പോയി, എന്തു പറ്റി എന്ന് ഓർത്തോ പല ചിന്തകളാ. എന്തെങ്കിലും പറ്റുമോ, അറിയാത്ത സ്ഥലമല്ലേ, അയ്യോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് 100 കൂട്ടം ചിന്തകൾ എന്നൊക്കെ ആലോചിച്ച് ഞാൻ എത്ര തവണ വെപ്രാളപ്പെട്ടിട്ടുണ്ടെന്നറിയാവോ എന്ന് ഗോമതി ദേവിയോട് ചോദിക്കാം. ഈ മീനും ഇത്രയൊക്കെ എന്നെ എത്ര തവണ കളിയാക്കിയിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിക്കുക. എന്നാലും നീ തിരിച്ചു വരുന്നത് വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേടി എന്ന് ചോദിക്കുക. അപ്പം മീനു പറയും, അമ്മേ പ്ലീസ് അമ്മേ ഇനി ഒന്നും പറയണ്ട എന്ന് വീണ്ടും മീനു പറയാം. നിങ്ങൾക്കറിയാം എൻ്റെ ഉള്ളു പിടക്കിയ എന്ന് വീണ്ടും ഗോമതി കരഞ്ഞുകൊണ്ട് പറയാണ്. ഇവള് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ മീനു എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പം ഗോമതിയുടെ അവസ്ഥ കാണുമ്പം ഗോമതിയോട് എന്ത് പറയണമെന്നറിയാതെ അവർ നിൽക്കുക. വീണ്ടും ഗോമതി ദേവിക്ക് നേരെ തിരിയുക. ഇവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ എൻ്റെ ധർമ്മൻ ഇവിടുന്ന് പോയത് എന്ന് ചോദിക്കുക. ഇവളുടെ തന്ത പണം മോഷ്ടിച്ചു, എന്നിട്ട് ആ കുറ്റം ആ പാവം എൻ്റെ അനിയൻ്റെ തലയിൽ കെട്ടിവെച്ചു. അത് അനിയൻ ഏറ്റെടുക്കേണ്ടി വന്നു. ഞാനും അവനെ സംശയിച്ചില്ലേ എന്ന് ഗോമതി ചോദിക്കുകയാണ്. എല്ലാവരും സംശയിച്ചു, അറിയാതെയാണെങ്കിലും ഞാനും അവനോട് ചോദിച്ചു പോയില്ലേ നീ പണം എടുത്തോടാ എന്ന്. അതിലാ അവൻ വേദനിച്ച് എവിടുന്ന് ഇറങ്ങിപ്പോയത്. കൃഷ്ണമംഗലത്ത് നിന്ന് എൻ്റെ കൈ പിടിച്ചിറങ്ങി വന്നവനാ എൻ്റെ ധർമ്മൻ. അവനെ ഇവള് എനിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയാം. ഇല്ലമ്മേ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയാണ്. എനിക്ക് അറിയില്ലായിരുന്നു അച്ഛനാണ് ആ പണം എടുത്തതെന്ന്, എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. നിനക്കെല്ലാം അറിയായിരുന്നു എന്ന് ഗോമതി അപ്പ പറയാ. ഞാനൊരു പൊട്ടത്തിയാ, അതുകൊണ്ട് എന്നെ എല്ലാവർക്കും പറ്റിക്കാം. വിദ്യാഭ്യാസമില്ല, ലോകപരിചയവും ഇല്ല, വലിയ ബുദ്ധിയോ വിവേകമോ ഒന്നുമില്ല. ഈ വീടും ഇവിടെ ഉള്ളവരുമാ എൻ്റെ ജീവിതം. പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ അറിയാം. ഗോമതി സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. കള്ളവില്ലാതെ ആയിട്ട് സ്നേഹിക്കാൻ അറിയാം. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ആരോടും കള്ളം പറയേയില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും കണക്ക് കൂട്ടാതെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം
ഞാൻ ആളുകളെ സ്നേഹിക്കുന്നത് അല്ലാതെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ എന്നെയാ നീ ഇന്ന് പറ്റിച്ചത്. ആ എന്നെ നീ ചതിച്ചില്ലേടി, നിനക്ക് എങ്ങനെ തോന്നിയടി എന്ന് ചോദിക്കുക. നീ നോക്കിക്കോ എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും പറയണം കേട്ടോ, എൻ്റെ മരണം വരെ നിന്നോട് ഞാൻ ക്ഷമിക്കില്ല, എൻ്റെ മരണം വരെ ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ലടി എന്ന് വീണ്ടും പറയാ. നീ കാണിച്ച ഈ ചതിയുണ്ടല്ലോ അതെൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്ന് പറയാ. ഞാൻ ഒരിക്കലും മറക്കാതെ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും. അവള് ജോലി എന്ന് പറഞ്ഞ് രാവിലെ ഇവിടുന്ന് കെട്ടി ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് കണ്ടെടുത്തെല്ലാം നിരങ്ങി വൈകുന്നേരം ആകുമ്പോൾ കയറി വരും. നാണം കെട്ടവള്. നീ എന്തൊരുത്തിയാ, നീ വലിയ പഠിപ്പുകാരിയാണെന്ന് വിശ്വസിച്ചതുകൊണ്ടല്ലേടി എനിക്കിങ്ങനെയൊക്കെ പറ്റിക്കപ്പെടാൻ പറ്റിയത്. എൻ്റെ ബാലേട്ടൻ നിനക്ക് ആ സ്കൂളിൽ ജോലി മേടിച്ച് തന്നത്. ഈ ചതി പുറത്ത് അറിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നടി എൻ്റെ ബാലേട്ടൻ്റെ അവസ്ഥ. ബാലേട്ടൻ അപമാന ഭാരത്തിൽ ചിലപ്പം ആത്മഹത്യ ചെയ്യില്ലായിരുന്നല്ലോടി. നിന്റെ തന്തയും പോലെ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ലടി എൻ്റെ ബാലേട്ടൻ ജീവിക്കുന്നത്. നിന്നെ ആ ഹോട്ടലിൽ വെച്ച് ബാലേട്ടന് പരിചയമുള്ള ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നടി അവസ്ഥ എന്ന് ചോദിക്കാം. മരുമോളെ ഹോട്ടൽ ജോലിക്ക് വിട്ട് ബാലൻ സമ്പാദിക്കുന്നു അങ്ങനെയല്ലേടി നാട്ടുകാർ പറയത്തുള്ളൂ. ആ പേരുദോഷം കൂടി ആ മനുഷ്യൻ കേൾക്കേണ്ടി വരത്തില്ലായിരുന്നോടി എന്ന് ചോദിക്കാം. നിനക്കും നിന്റെ കുടുംബത്തിനും ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം നടക്കണം, അത് മാത്രമേ നിന്റെയൊക്കെ മനസ്സിലുള്ളൂ. പറയടി, പറയാൻ. നീ വേറെ എന്തൊക്കെ കള്ളത്തരങ്ങളാടി ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ച് വീണ്ടും ദേവിയെ തല്ലുവാണ് കേട്ടോ. അമ്മ വേണ്ടമ്മേ, അമ്മ എന്തേ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് മീനു പിടിച്ചു മാറ്റുക. അപ്പോഴത്തേക്കും ദേവിയാണ് മാപ്പാക്കണേ അമ്മേ എന്നും പറഞ്ഞ് കരയുക. ഈ പെരുങ്കളി ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഗോമതി സ്റ്റോറിലേക്ക് ആഹാരം കൊണ്ടുപോകുന്നു, ഭർത്താവിന് ആഹാരം കൊണ്ടുപോകുന്നു, എന്തൊക്കെയാണ്. ഇവള് നല്ലൊരു ഭാര്യയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഇവളെപ്പോലൊരു ഫ്രോഡ്, ഈ നശിച്ചവൾ അങ്ങനെ എന്നെ വിശ്വസിപ്പിച്ച് കളഞ്ഞു. എന്തൊക്കെ ഇവള് ചെയ്തു കൂട്ടിയത്? കള്ളങ്ങൾ കൊണ്ടൊരു കൊട്ടാരം തന്നെ പണിതു. ദേവമംഗലത്തും എൻ്റെ മനസ്സിനും ഇടം പിടിക്കാൻ നിന്റെ തന്തയും തള്ളയുമായിരിക്കും അല്ലേ പറയഞ്ഞു തന്നത് അല്ലടി എന്ന് ചോദിക്കുക. അതോ എല്ലാം നിന്റെ അഭിനയമായിരുന്നോ? നിന്റെ സ്വന്തം ബുദ്ധിയിൽ വിരിഞ്ഞ ആശയമായിരുന്നോ ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട്? പറയാനാ നിന്നോട് പറഞ്ഞത്. ഒരു കാര്യം നീ ഓർത്തോ എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും ദേഷ്യപ്പെടാ. നീ നിന്റെ കുടുംബവും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി എന്ന് പറയാം. ആ ശാപവാക്കുകൾ കേട്ട് ദേവി ചെവി പൊത്തിപ്പിടിക്കാണ്. എൻ്റെ ശാപോ ഇത്, മനസ്സ് നീറിയ ഒരമ്മയുടെ ശാപമാണ് ഇത്. അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ എന്ന് അപ്പം മീനു പറയാണ്. അപ്പച്ചി അങ്ങനെയൊന്നും പറയരുത് എന്ന് മിത്രയും പറഞ്ഞു കൊടുക്കുക. എൻ്റെ ശാപം ഫലിക്കും, നീ കണ്ടോടി. നീ നിന്റെ കുടുംബവും നശിച്ചു പോകും. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഈ ഗോമതി ആരാണെന്ന് നീ അറിയും എന്ന് വീണ്ടും പറയാണ്. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് പോവുക, മാറങ്ങോട്ട് എന്നും പറഞ്ഞ് മീനുവിനെ ഉന്തി വിട്ടിട്ട് ഇതേസമയം നമ്മുടെ മീനു മിത്രയാണെങ്കിൽ ദേവിയുടെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ദേവിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ, ചെവി രണ്ടും പൊത്തിപ്പിടിച്ച്. ഇത്രയേറെ ശാപവാക്കുകൾ, ഇത്രയേറെ വെറുപ്പിക്കുന്ന വാക്കുകൾ, ഇതൊന്നും സഹിക്കാനായിട്ട് ദേവിക്ക് സാധിക്കുന്നില്ല. ഇതേസമയം ഉദയഭാനുവിനെ ബാലൻ ഫോൺ വിളിക്കുകയാണേ. ഹലോ മിസ്റ്റർ ബാലൻ എന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ വിളിക്കുന്നേ. ഉദയഭാനു സാറ് വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാം. അതെ ബാല, വീട്ടിലാണ്. എന്താ ബാല? ഹൈദരാബാദിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ മോളെ കാണാൻ ഗോമതി സ്റ്റോറിലേക്ക് വന്നതുകൊണ്ട് ആ മീറ്റിംഗ് അങ്ങ് ക്യാൻസൽ ചെയ്തു. അത് നാളത്തേക്ക് മാറ്റി എന്ന് പറയാം. അല്ല, നാളെ എത്ര മണിക്കാണ് നിങ്ങളുടെ മീറ്റിംഗ്? ഈ രാവിലെ ആണെങ്കിൽ ആ മീറ്റിംഗ് ഒന്ന് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? എന്താ മിസ്റ്റർ ബാലൻ, സാറും ഭാര്യയും കൂടി ഇങ്ങോട്ടൊന്ന് വരണം. എന്താ മിസ്റ്റർ ബാലൻ, എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ആണോ എന്ന് ചോദിക്കണം. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയാം. അയ്യോ, എന്താണ്? ആരുടെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ മറ്റോ ആണോ? ഒരു ചെറിയ ആഘോഷമാണ്, എന്താണെന്ന് നേരിൽ വരുമ്പോൾ അറിയാം എന്ന് ബാലൻ പറയാം. ഓ, സർപ്രൈസ് ആണല്ലേ എന്നപ്പോൾ ഉദയഭാനു ചോദിക്കാം. കാര്യമായിട്ട് എന്തോ ഫംഗ്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും പറയൂ മിസ്റ്റർ ബാലൻ എന്താണെന്ന്. ഒക്കെ ഇവിടെ വന്ന് കാണുന്നതല്ലേ അതിൻ്റെ ഭംഗി, നാളെ വരൂ. ഓക്കെ എന്ന് പറഞ്ഞു ബാലൻ ഫോൺ കട്ട് ചെയ്യുക. ഓക്കെ ബാലൻ, സ്വീറ്റ് ഡ്രീംസ് എന്ന് അപ്പോൾ ഉദയഭാനു തിരിച്ചു പറയാം. എന്തോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബാലൻ എന്നെ വിളിക്കത്തില്ല, നാളെ തന്നെ ദേവമംഗലത്തേക്ക് രാവിലെ തന്നെ ചെല്ലണം എന്നൊക്കെ ഉദയഭാനു ചിന്തിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലൻ ദേഷ്യത്തോടു കൂടി നിൽക്കുക. തനിക്കേറ്റ ചതി അയാളെയും അത്രയധികം കളഞ്ഞു കേട്ടോ. ഗോമതി ആണെങ്കിൽ ഹാളിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ബാലൻ പറയും, എടോ സത്യമായിട്ട് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നടോ, മക്കളുടെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ബാലൻ പറഞ്ഞ് തുടങ്ങുകയാണ്.
ആരിൽ നിന്നും ആകാശിൽ നിന്നും എനിക്കതൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. അവസാനം ആനന്ദിന് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പം അത് ദൈവം തന്ന വരം പോലെയാ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്കപ്പം ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു വന്നത്. ആനന്ദിന് എന്തുകൊണ്ട് ചേരുന്ന ബന്ധം, അവന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ബന്ധം. എന്നെ ഒരു ദൈവത്തെ പോലെ കരുതിയ ഒരുത്തനാ ആനന്ദ്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. എന്നോടുള്ള അവൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഞാൻ കൊടുത്ത സമ്മാനമാ ഈ കല്യാണം. അല്ലേടോ, എൻ്റെ മകനെ ഞാൻ ചതിച്ചു അല്ലേടോ എന്ന് പറയാം. പുറംപൂച്ച് കണ്ട് ഞാൻ അവരെയൊക്കെ അങ്ങ് വിശ്വസിച്ചു പോയി. അതെ, എല്ലാവരും നമ്മളെപ്പോലെ സത്യം പറയുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇത്രയും വലിയ ചതിയും കള്ളവും വഞ്ചനയൊന്നും അവർ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലടോ. ദേവിക്കെങ്കിലും നമ്മളോട് സത്യങ്ങൾ തുറന്നു പറയാമായിരുന്നു. അവളും ഒക്കെ മറച്ചു വെച്ചു. നമ്മളോടൊരു വാക്ക് പോലും ആ കുട്ടി പറഞ്ഞില്ലല്ലോ. എന്നെ അതാടോ വേദനിപ്പിക്കുന്നത് എന്ന് പറയണം കേട്ടോ ബാലൻ. എടോ താൻ എന്നെ ശപിക്കുമായിരിക്കും അല്ലേ എന്ന് ഗോമതിയോട് ചോദിക്കുകയാണ്. ഗോമതി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ഗോമതി, എടോ താൻ എന്താടോ എന്നോട് മിണ്ടാത്തെ? ബാലേട്ടനെ താൻ വെറുത്തു പോയോടോ എന്ന് ചോദിക്കുക. അപ്പം വീണ്ടും ഗോമതിയെ വിളിക്കുകയാണ്. ഗോമതി പാറ പോലെ ഇരിക്കുക. ഗോമതി എന്നും പറഞ്ഞ് തട്ടി വിളിക്കുക. ഗോമതി ഞെട്ടി ഉണരുകയാണ് കേട്ടോ. എടോ, ഞാൻ പറയുന്നതൊന്നും താൻ കേൾക്കുന്നില്ലടോ, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ഗോമതി അപ്പം മറുപടി പറയാണ്. ഇനി എന്ത് കേണ്ടിട്ട് എന്താ? ഞാനല്ലേലും ബാലേട്ടനെ കുറ്റപ്പെടുത്തുന്നില്ല, എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷെ അവൾ എത്ര വലിയ ചതിയാ ചെയ്തത്. അവളോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. അവൾക്ക് ഈ ജന്മം ഞാൻ മാപ്പ് കൊടുക്കില്ല. ഈ കുടുംബത്തെയും എൻ്റെ ആനന്ദിൻ്റെയും ജീവിതം വെച്ചാ അവൾ കളിച്ചത്. പാവം നമ്മുടെ ആനന്ദ്, അവൻ എന്തുമാത്രം നീറിയാകും ഓരോ നിമിഷം കഴിഞ്ഞത്. ഇത്രയും നാളും തീ തിന്നുമായിരുന്നില്ലേ അവൻ്റെ മനസ്സിൽ. ആരോടും സത്യങ്ങൾ പറയാൻ കഴിയാതെ പെരും കള്ളി. അവൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു? ചതിയല്ലേ അവൾ ചെയ്തത്. അവളോട് ഞാൻ ക്ഷമിക്കില്ല. നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ, അവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഗോമതി പറയാണ്. എടോ, താൻ എന്താ ഈ പറയുന്നത് എന്നപ്പോൾ ബാലൻ ചോദിക്കുക. ബാലേട്ടാ, എനിക്ക് നമ്മുടെ ജീവിതം എന്താ ബാലേട്ടാ ഇങ്ങനായി പോയത്? ഒന്ന് മാറി പ്രശ്നങ്ങളാണല്ലോ എന്ന് ഗോമതി ബാലനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലനും അതിന് മറുപടി ഒന്നുമില്ലേ. ബാലനും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വീട്ടിൽ എന്നും ഓരോരോ പ്രശ്നങ്ങൾ, മടുത്തു, ആകെ തകർന്നു ഞാൻ എന്ന് പറയാം. ഇതേ സമയം ഗോമതി ആണെങ്കിൽ രാത്രിയായപ്പോൾ പോയി കിടക്കാണ് കേട്ടോ. ഉറക്കം പോലും വരുന്നില്ല. ദേവിയും ഒത്തുള്ള ഓരോരോ നിമിഷങ്ങളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ദേവി മരുമകളായി ദേവമംഗലത്തേക്ക് കടന്നു വന്നതും അതിനുശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ആനന്ദ് കൂട്ടിക്കൊണ്ടു വന്നതും ദേവിക്കായിട്ട് ഇഷ്ടപ്പെട്ട ഓരോരോ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ദേവിയെ ഊട്ടിച്ചതും തുടങ്ങി സകല ഓർമ്മകളും ഗോമതിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതേസമയം നമ്മുടെ ഗോമതി തകർന്ന് ഇരുന്ന അവസ്ഥകളിലൊക്കെ തനിക്ക് സാന്ത്വനമായി തന്നെ ആഹാരം കഴിപ്പിച്ചിരുന്ന ദേവിയെയും ഒക്കെ ഓർമ്മ വരുക. അതൊക്കെ വെറുതെ ആയിരുന്നോ? അവളതൊക്കെ അഭിനയിച്ചതായിരുന്നോ എന്നൊക്കെയുള്ള ചിന്തകൾ ഗോമതിയുടെ മനസ്സിലേക്കും കടന്നു വരികയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ മീനുവും ഒറ്റപ്പെട്ട് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദേവമംഗലത്ത് ഓരോരുത്തരും ഓരോരോ മൂലകളിൽ പോയി ഒത്തുള്ള ഓർമ്മകളിൽ തന്നെയാണ് കേട്ടോ. ദേവിയുടെ തിക്കയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട സമയങ്ങളിൽ സാന്ത്വനമായി താൻ മാറിയതും ഏടത്തിക്ക് ആഹാരം വാരി കൊടുത്തതും അതുപോലെ ഏടത്തിക്കെതിരെ കൈ പൊക്കിയപ്പോൾ താൻ അതിൽ ഇടപെടുന്നതും തുടങ്ങി സകല കാര്യങ്ങളും ഓർമ്മ വരികയാണ് കേട്ടോ. മീനുവും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ദേവമംഗലത്ത് ആർക്കും ഉറക്കമില്ലാത്തൊരു രാത്രിയാണ് കേട്ടോ ഇന്ന്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത്. അപ്പം